Hello everyone, welcome to another session of representation theory. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ്സിൻ്റെ ഒരു തിയറം ഉണ്ട്. അതും പിന്നെ നമ്മളുടെ ഫോർത്ത് മൊഡ്യൂളിലെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മളുടെ തിയറം അല്ലെങ്കിൽ പ്രപ്പോസിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: let H be a normal subgroup proposition let H be a normal subgroup of G and suppose that theta is a symbol character of G. Theta is a symbol character of G. If and only if theta T equal to theta where T not element of H. അപ്പോൾ H എന്ന് പറയുന്നത് ജിന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. സീറ്റ എന്ന് പറയുന്നത് ജിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടർ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സീറ്റ ടി ഈക്വൽ ടു സീറ്റ ഫോർ ഓൾ ടി നോട്ട് എലമെന്റ് ഓഫ് എച്ച്. ഓക്കെ, കാരണം സീറ്റ എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു സബ് ഗ്രൂപ്പ്, എച്ചിന്റെ സിമ്പിൾ ക്യാരക്ടർ ആണ്. ഓക്കെ, ഇവിടെ ഒരു സെന്റൻസ് മിസ്സിംഗ് ആണ്. ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി and suppose that theta is a symbol character of H. Symbol character of H. അപ്പൊ എച്ചിന്റെ സിമ്പിൾ ക്യാരക്ടർ ആണ് സീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട്. Then theta G is a symbol character. Theta G is a symbol character of G if and only if theta T equal to theta where T not element of H. Okay, then theta G is a symbol character of G if and only if theta T equal to theta where T not element of H. Okay, ഇപ്പൊ H എന്ന് പറയുന്ന ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ സിമ്പിൾ ക്യാരക്ടർ ആണ് സീറ്റ. അങ്ങനെയാണെങ്കിൽ സീറ്റ ജി എന്ന് പറയുന്നത് ജിന്റെ സിമ്പിൾ ക്യാരക്ടർ ആണ്, പ്രൊവൈഡിങ് ദ കണ്ടീഷൻ ദാറ്റ് സീറ്റ ടി ഈക്വൽ ടു സീറ്റ where T not element of H. എച്ചില് എല്ലാത്ത ടീകൾ എടുക്കുന്ന സമയത്ത് സീറ്റ ടിയും സീറ്റയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രപ്പോസിഷൻ. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ എച്ചിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടറിന് ജിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടർ ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഇതിന് നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ എച്ചിൽ ഒരു എലമെന്റ് എടുത്തു, ലെറ്റ് യു എലമെന്റ് ഓഫ് എച്ച്. ഇനി നമ്മളൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഈ സെറ്റ് ഡബ്ല്യു എന്താണെന്നുള്ളത് പഠിക്കണം. ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഡബ്ല്യു സെറ്റ്സ് ദാറ്റ് സീറ്റ ഓഫ് ഡബ്ല്യു ഡബ്ല്യു ഇൻവേഴ്സ് ഈക്വൽ ടു സീറ്റ ഓഫ് ഡബ്ല്യു. ഓക്കെ, അപ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡബ്ല്യുകളുടെ കളക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് എടുക്കും. ഇനി നമ്മളുടെ ക്ലെയിം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട്
conjugates of theta equals the number of cosets of G with respect to W. So, theta distinct conjugates എടുക്കുന്ന സമയത്ത് അതെന്ന് പറയുന്ന എന്തിനോട് ഈക്വൽ ആണ്? വിത്ത് റെസ്പെക്ട് ടു ജി അതിന്റെ കോസെറ്റ്സിനോട് ഈക്വൽ ആണ്. ലെറ്റ് സീറ്റ പി ഈക്വൽ ടു സീറ്റ ക്യൂ. ഇപ്പൊ സീറ്റ പി എന്ന് പറയുന്നത് സീറ്റ ഓഫ് പി യു പി ഇൻവേഴ്സ് വിച്ച് ഈക്വൽ ടു സീറ്റ ഓഫ് ക്യൂ യു ക്യൂ ഇൻവേഴ്സ്. ഇനി നമ്മള് യു എന്ന് പറയുന്നത് എച്ചിലെ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ യു എച്ചിലെ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ക്യൂ യു യു എന്ന് പറയുന്നത് എച്ചിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ക്യൂ യു ക്യൂ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എവിടുത്തെ എലമെന്റ് ആണ്? എച്ചിലെ എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് യുവിന് പകരം ക്യൂ യു ക്യൂ ഇൻവേഴ്സ് റീപ്ലേസ് ചെയ്യാം. നമുക്ക് സീറ്റ ഓഫ് പി ക്യൂ യു ക്യൂ ഇൻവേഴ്സ് പി ഇൻവേഴ്സ് എന്ന് കിട്ടും. അത് എന്തിനോട് ഈക്വൽ ആണ്? സീറ്റ ഓഫ് ക്യൂ ക്യൂ നമ്മളിവിടെ ക്യൂ ഇൻവേഴ്സ് യു ക്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇത് നമ്മളുടെ കണ്ടീഷൻ ആണ്. നമ്മുടെ സീറ്റ പി ഈക്വൽ ടു സീറ്റ ക്യൂ എന്ന് എടുത്തു. ഇനി യുവിനെ നമ്മൾ ക്യൂ ഇൻവേഴ്സ് യു ക്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. കാരണം യു എച്ചിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് ക്യൂ ഇൻവേഴ്സ് യു ക്യൂ എന്ന് പറയുന്നതും എച്ചിലെ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സീറ്റ ഓഫ് പി ക്യൂ ഇൻവേഴ്സ് യു പി ഇൻവേഴ്സ് ക്യൂ which is equal to theta of q q inverse u q in q q inverse എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് സീറ്റ ഓഫ് ക്യൂ ക്യൂ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ക്യൂ ക്യൂ ഇൻവേഴ്സ് 1 ആണ്. അപ്പൊ സീറ്റ ഓഫ് യു എന്ന് കിട്ടി. ഈ സീറ്റ ഓഫ് പി ക്യൂ ഇൻവേഴ്സ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സീറ്റ ഓഫ് പി ക്യൂ ഇൻവേഴ്സ് യു പി ഇൻവേഴ്സ് ക്യൂ, അതിന് നമുക്ക് പി ക്യൂ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് സീറ്റ ഓഫ് പി ക്യൂ ഇൻവേഴ്സ് യു പി ക്യൂ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സീറ്റ ഓഫ് യു എന്ന് കിട്ടി. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ഈ പി ക്യൂ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. കാരണം ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ് എന്തായിരുന്നു? സീറ്റ ഓഫ് യു സീറ്റ ഓഫ് ഡബ്ല്യു യു ഡബ്ല്യു ഇൻവേഴ്സ് ഈക്വൽ ടു സീറ്റ ഓഫ് യു സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പി ക്യൂ ഇൻവേഴ്സ് ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് പറയും. പി ക്യൂ ഇൻവേഴ്സ് ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഡബ്ല്യു പി ഈക്വൽ ടു ഡബ്ല്യു ക്യൂ. അപ്പൊ പിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡബ്ല്യു കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡബ്ല്യു ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കോസെറ്റ് ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ എച്ച് എന്ന് പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ HT1 യൂണിയൻ HT2 എക്സെട്ര HTN ആയിട്ട് കോസെറ്റ് ഡീകമ്പോസിഷൻ ചെയ്യും. ഇനി അപ്പോ ഇങ്ങനെ നമ്മൾ കോസെറ്റ് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിമ്പിൾ ക്യാരക്ടേഴ്സ് θ1 θ2 എക്സെട്ര θn നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ θg എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ കൺസിഡർ ചെയ്യണം. അതിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1/θg ഓഫ് എക്സ് എന്ന് പറഞ്ഞ 1/h ഇൻറ്റു സിഗ്മ y എലമെന്റ് ഓഫ് g θ ഓഫ് y x y ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/h ഇൻറ്റു സിഗ്മ. വൈക്ക് പകരം
നമുക്ക് W റീപ്ലേസ് ചെയ്യാം. W എലമെന്റ് ഓഫ് G സിഗ്മ J is equal to 1 to R theta of W Tj inverse U Tj W inverse. Okay. So which is equal to E summation irrespective of okay. നമുക്ക് ഇതിന് ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് 1/h into sigma W element of G sigma J is equal to 1 to R theta of Tj U Tj inverse നോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതിനെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡബ്ല്യുവിന്റെ ടേംസ് ഒന്നും ഒഴിയുക. അപ്പൊ ആ സമേഷൻ cardinality of W ആയി cardinality of W by H into sigma J is equal to 1 to R theta of Tj inverse U Tj ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ cardinality of W by H എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എന്താണ് വരുന്നത്? Index of W over H into sigma J is equal to 1 to R theta Tj എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് theta Hg of X എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് W over H സിഗ്മ J is equal to 1 to R theta Tj എന്നാണ് കിട്ടുന്നത്. ഇനി ഈ ഓരോ സീറ്റ ടി ജിയും സിമ്പിൾ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ഇതൊരു ഫൊറിയർ അനാലിസിസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ജി തീറ്റ restricted to G equal to inner product theta Hg, theta H. ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇൻഡെക്സ് ഓഫ് W ഓവർ Hനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ജി സീറ്റ ജി ഈക്വൽ ടു 1 എപ്പോഴായിരിക്കും? ഈ ഇൻഡെക്സ് ഈക്വൽ ആയിരിക്കും, അതായത് W എന്ന് പറയുന്നത് H ആവുന്ന സമയത്ത്. W H ആവുന്ന സമയത്ത് ഈ ഇന്നർ പ്രൊഡക്റ്റ് 1 ആയിരിക്കും. ആൻഡ് അതല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് പറയാം? തീറ്റ ടി നോട്ട് ഈക്വൽ ടു സീറ്റ whenever ടി നോട്ട് എലമെന്റ് ഓഫ് H എന്ന് പറയും. നമ്മൾ ആദ്യം W എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആ ഗ്രൂപ്പ് നമ്മളുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഇന്നർ പ്രൊഡക്റ്റ് 1ഉം അതല്ലാത്ത ടൈമിൽ അത് സീറ്റ ഡി നോട്ട് ഈക്വൽ ടു സീറ്റ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആദ്യം W എന്ന് പറയുന്ന സെറ്റ് ആലോചിക്കുക. നമ്മൾ റെസിപ്രോസിറ്റി ലോ കോസറ്റ് ഡീകമ്പോസിഷൻ എടുക്കുന്നുണ്ട്, അതെടുത്ത് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്, ക്ലിഫോർഡ്സ് തിയറം. ക്ലിഫോർഡ്സ് തിയറം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റും പിന്നെ ഇതിന്റെ പ്രൂഫും എന്തായാലും ചോദിക്കാം. തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലെറ്റ് എച്ച് ബി എ normal subgroup of G. Let H be a normal subgroup of G and psi be the symbol character. Psi be the symbol character of G. Then psi H equal to E into sigma J is equal to 1 to R theta Tg.
for some positive integer e, and the sum involves a complete set of conjugates of theta. Complete set of conjugates of theta. Okay. ഇപ്പൊ H എന്ന് പറയുന്ന ജിന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. Psi എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടർ ആണ്. ഇനി നമ്മൾ അതിനെ എച്ചിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു പോസിറ്റീവ് നമ്പർ ഇൻറ്റു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to r സീറ്റ ടി ജെ എന്നുള്ള ഫോമിലായിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ദ സം ഇൻവോൾവ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കോൺജുഗേറ്റ്സ് ഓഫ് സൈൻ. സൈനിന്റെ എല്ലാ കോൺജുഗേറ്റ്സും ആ സമ്മിൽ ഇൻവോൾവ് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൈൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ. സൈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? അത് സിമ്പിൾ ക്യാരക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു സീറോ എങ്കിലും ഉണ്ടാവും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളൊരു നൊട്ടേഷൻ ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് സീറ്റയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? വാനിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് എടുക്കണം. പിന്നെ പ്രോഡക്റ്റ് സീറ്റ കൈ എച്ച് ചെയ്യുമ്പോൾ ഇത് വാനിഷ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് ആ എലമെന്റ് നമ്മൾ ഇന്നെടുത്തു. നമ്മൾ സീറ്റ ജി എഴുതാൻ പോവാണ്. ഇ ഇൻറ്റു സൈ പ്ലസ് ഇ ഡാഷ് ഇൻറ്റു സൈ ഡാഷ് പ്ലസ് ലീനിയർ കോമ്പിനേഷൻ അല്ലേ, ഇ ഡബിൾ ഡാഷ് ഇൻറ്റു സൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര. വേർ ഇ റേസ് ടു ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇനി സീറ്റ എച്ച് ജി എന്ന് പറയുന്നത് ഇ ഇൻറ്റു സൈ എച്ച് പ്ലസ് ഇ ഡാഷ് ഇൻറ്റു സൈ എച്ച് ഡാഷ് പ്ലസ് ഇ ഡബിൾ ഡാഷ് ഇൻറ്റു സൈ എച്ച് ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര. ഇനി എൻ ഈറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാരക്ടർ ആണ് അതർ ദാൻ സീറ്റ ടി ജെ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് സീറ്റ എച്ച് ജി ഈറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത് 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് സൈ എച്ച് ഈറ്റ പ്ലസ് ഇ ഡാഷ് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് സൈ എച്ച് ഡാഷ് ഈറ്റ plus etc. equal to 0. So inner product psi h eta equal to നമുക്ക് എന്താ പറയാം? ഈ inner product ഒക്കെ സെയിം ആയിരിക്കും. So inner product psi h dash eta equal to 0. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് psi h ന്റെ പുതിയൊരു എക്സ്പാൻഷനിൽ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഈ സൈ എച്ചിനെ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to r ഡി ജെ സീറ്റ ടി ജെ ആയിട്ട്. ബി ഐ എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം? ഇ ആയിട്ട് കൊടുക്കാം. ആൻഡ് ടി എന്ന് പറയുന്നത് നമുക്ക് ടി ജെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ടി ജെ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ടി ജെ സൈ എച്ച് റെസ്ട്രിക്റ്റഡ് ടു എച്ച് എന്ന് പറയുന്നത് 1/h ഇൻറ്റു sigma x element of G theta Tg of x into psi of x conjugate, which is equal to 1/h into sigma x element of G theta of Ti x Ti Tg inverse psi of x conjugate. നമ്മൾ വി എന്ന് പറയുന്നത് ടി എക്സ് ടി ഇൻവേഴ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് സീറ്റ ടി ജി psi h restricted to h എന്ന് പറയുന്നത് 1/h into sigma x element of g theta of v into psi bar of t inverse pt. നമുക്കിതിനെ 1/h into sigma x element of g theta of v into psi bar of v എന്ന് എഴുതാം. It's equal to inner product theta psi h restricted to h എന്ന് എഴുതും. ഇനി ഓരോ ബീജയും നമ്മൾ എന്ത് ചെയ്യുക ഇ ആയിട്ട് എടുക്കുക. സോ psi h എന്ന് പറഞ്ഞ സിഗ്മ j is equal to 1 to r bj theta tj it's equal to e into sigma j is equal to 1 to r theta tj. ഈ ഒരു റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രൂഫ് പഠിച്ചു വെക്കുക. പ്രൂഫ് ചെറിയ പ്രൂഫാണ്. നമ്മൾ ഇവിടെ ആദ്യം psi h എന്ന് പറഞ്ഞ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ല അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു അസംഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ അസംഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് psi h g ഈറ്റ എന്ന് പറയുന്നത് സീറോ ആയിട്ട് അല്ല ഈക്വൽ ടു ഇ ആയിട്ട് കിട്ടും. ഈ ഒരു അസംഷന് നമുക്ക് ഓർമ്മ വേണം. അതായത് നമ്മളുടെ പ്രൂഫ് തിയറത്തില് ഇ എന്ന് പറയുന്നത് എന്താണ്. ഇപ്പൊ psi h ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എങ്കിലും ഉണ്ടാവും. ആ നോൺ സീറോ എലമെന്റിനെയാണ് നമ്മൾ ഇ എന്ന് എടുക്കുന്നത്. psi h എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ തേർഡ് മൊഡ്യൂൾ ഉള്ളത്. അത് കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ ഡബിൾ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ട്രാൻസിറ്റീവ് എന്നുള്ളത് കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ട്രാൻസിറ്റീവ് എന്തായിരുന്നു? നമുക്ക് ആൽഫേന് ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എക്സ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആൽഫ ഇൻറ്റു എക്സ് ആൽഫ ബീറ്റ ഈക്വൽ ടു ബീറ്റ എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായിരുന്നു ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഡബിളി ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഓർഡേർഡ് പെയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ജി എന്ന് പറയുന്ന ഒരു പെർമിറ്റേഷൻ ഗ്രൂപ്പ് എടുത്തു വിച്ച് ആക്ട്സ് ഓൺ ദി സിമ്പിൾസ് 1 2 3 എക്സെട്ര. ഇനി നമ്മൾ ഇതിൽ രണ്ട് പെയേഴ്സ് ഓഫ് സിമ്പിൾസ് എടുക്കുകയാണ്, ആൽഫ ബീറ്റ ആൻഡ് ഗാമ ഡെൽറ്റ, വേർ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ആൻഡ് ഗാമ നോട്ട് ഈക്വൽ ടു ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെർമിറ്റേഷൻ എക്സ് ഇൻ ജി എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആൽഫ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഗാമയിനോട് ഈക്വൽ ആണ്. ആൻഡ് ബീറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റനോട് ഈക്വൽ ആണ്. ഈ രീതിയിൽ നമുക്ക് ഒരു പെർമിറ്റേഷൻ എക്സ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് MCQ ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാം. എന്താണ് ഡബ്ല്യു ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ജി എന്ന് പറയുന്നത് ഒരു ഡബ്ല്യു ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് ആണ് വിത്ത് നാച്ചുറൽ ക്യാരക്ടർ വി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര സിമ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും? വി ഓഫ് എക്സ് -1. ഇതും നമ്മളോട് ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ജി എന്ന് പറയുന്ന ഒരു ഡബ്ല്യു ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് വിത്ത് നാച്ചുറൽ ക്യാരക്ടർ വി ഓഫ് എക്സ് ആണെങ്കിൽ അതിൽ എത്ര സിമ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അതിന് ഒരു ഒരു ഡബ്ല്യു ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് എടുത്തു. എച്ച് എന്ന് പറയുന്നത് 1ന്റെ സ്റ്റെബിലൈസർ ആയിട്ട് എടുത്തു. അപ്പോ 1ന്റെ ഒരു ടിപ്പിക്കൽ ഫോം എന്നും എച്ചിന്റെ ഒരു ടിപ്പിക്കൽ ഫോം എന്ന് പറയുമ്പോൾ അതിലെ എലമെന്റ്സിന്റെ ഒക്കെ പ്രത്യേകത എന്നായിരിക്കും? 1ന് 1ലേക്ക് തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കി 2ന് ആൽഫ 2ലേക്ക് എക്സെട്ര എന്നിന് ആൽഫ എന്നിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് യു എന്ന് പറയുന്ന ഒരു പെർമിറ്റേഷൻ കൺസിഡർ ചെയ്യാണ്. ആ പെർമിറ്റേഷനെ യു ഡാഷിലേക്ക് മാപ്പ് ചെയ്യാണ്. അതായത് 1നെ 1ലേക്ക് മാപ്പ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു പോർഷന് യു ഡാഷ് എന്ന് വിളിക്കുകയാണ്. 2 മാപ്പിംഗ് ടു ആൽഫ 2, 3 മാപ്പിംഗ് ടു ആൽഫ 3 എക്സെട്ര n മാപ്പിംഗ് ടു ആൽഫ n ആയിട്ട് നമ്മൾ വിളിക്കുകയാണ്.
ഇനി യു എന്ന് പറയുന്നത് ഓവർ എച്ച് റേഞ്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ യു ഡാഷ് എന്താണ് ഓവർ എച്ച് ഡാഷ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ യുവിൽ നമുക്ക് n എലമെന്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് യു ഡാഷിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? n-1 എലമെന്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? 2, 3 എക്സെട്ര n. അപ്പൊ നമ്മൾ ഇനി യുവും യു ഡാഷും തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ടാവും അല്ലെ? ഏതൊരു യു എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു യു ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് പറയാം. നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് എച്ച് ഡാഷ് ട്രാൻസിറ്റീവ് ആണ് എന്നാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ക്ലെയിം ചെയ്യാം? നമ്മളൊരു ആൽഫ ഗാമ സിമ്പിൾസ് എടുത്തു അതർ ദാൻ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പെർമിറ്റേഷൻ ബി എൻ ജി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാൻ 1 into v equal to 1. ഓക്കെ, അതായത് ആൻഡ് ബീറ്റ വി ഈക്വൽ ടു ഗാമ. കാരണം ആൽഫയും ഗാമയും നമ്മൾ എന്ത് ചെയ്യുക? 1 അല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ട് എടുത്തു. അപ്പൊ 1ന്റെ പ്രത്യേകത എന്തായിരുന്നു? 1 ബി എന്ന് പറയുന്നത് 1നെ 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളുടെ ബീറ്റ ഗാമ നമ്മൾ എങ്ങനെ എടുത്തത്? ബീറ്റ എന്ന് പറയുന്നത് എന്തിലേക്ക് മാപ്പ് ചെയ്യും? ബീറ്റേനെ ഗാമയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു പെർമിറ്റേഷൻ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി 1 ബീറ്റ 1 ഗാമ എന്ന് പറയുന്ന ഈ ഒരു പെയർ എടുത്തു. അപ്പൊ 1 into v ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ v എവിടെ ഉണ്ടാവണം? എച്ചിൽ ഉണ്ടാവണം. കാരണം അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആയിരുന്നല്ലോ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കറസ്പോണ്ടൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം ബീറ്റ വി ഈക്വൽ ടു ഗാമ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബീറ്റ വി ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ഈക്വൽ ടു ഗാമ ആയിട്ട് കിട്ടും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വി ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എച്ച് ഡാഷും നമുക്ക് എന്താണെന്ന് പറയാം? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഈ നാച്ചുറൽ ക്യാരക്ടർ വി ഓഫ് യു എന്ന് പറയുന്നത് 1 plus v dash of u dash ആണ്. where v dash is the natural character of h dash. ഇനി നമ്മൾ ഓവർ എച്ച് സമേഷൻ എടുക്കുന്ന സമയത്ത് സിഗ്മ യു എലമെന്റ് ഓഫ് എച്ച് വി ഓഫ് യു ഈക്വൽ ടു എച്ച് പ്ലസ് സിഗ്മ യു ഡാഷ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് വി ഡാഷ് ഓഫ് യു ഡാഷ്. where h എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എച്ച് ആൻഡ് കാർഡിനാലിറ്റി ഓഫ് എച്ച് ഡാഷ്. എച്ച് ഡാഷ് ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം സിഗ്മ യു ഡാഷ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് വി ഡാഷ് ഓഫ് യു ഡാഷ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ഇനി സിഗ്മ യു എലമെന്റ് ഓഫ് എച്ച് വി ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? 2h ആണ്. ഇനി നമുക്ക് ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യാൻ. റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നർ പ്രൊഡക്റ്റ് പി സീറ്റ 1 ജി റിസ്ട്രിക്റ്റഡ് ടു ജി എന്ന് പറയുന്നത് എന്താണ്? 2 ആണെന്ന് കിട്ടി. അപ്പൊ അതിനർത്ഥം സീറ്റ 1 റേസ് ടു ജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാച്ചുറൽ ക്യാരക്ടർ ബി ആണ്. സോ ഇന്നർ പ്രോഡക്റ്റ് വി കോമ വി റിസ്ട്രിക്റ്റഡ് ടു ജി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ജി ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി വി ഓഫ് എക്സ് എന്ന് പറയുന്ന ജി ആയിട്ട് കിട്ടും. ബിന്റെ ഫൊറിയർ അനാലിസിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടു എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഇന്നർ പ്രൊഡക്റ്റും വിത്ത് റെസ്പെക്ട് ടു ബി എടുക്കാം. അപ്പൊ നമുക്ക് 2 എന്ന് പറഞ്ഞാൽ 1 plus e1 square plus e2 square plus എക്സെട്ര എന്ന് കിട്ടും. അതായത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് എന്തായിരിക്കും? 1നോട് ഈക്വൽ ആയിരിക്കണം, ബാക്കിയെല്ലാം 0 ആയിരിക്കണം. അതുകൊണ്ട് v മൈനസ് സീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ക്യാരക്ടർ ആയിട്ട് കിട്ടും. ഓക്കെ, v മൈനസ് സീറ്റ 1 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്യാരക്ടർ ആയിട്ട് കിട്ടും. ഇനി ഇതിൽ നമ്മൾ എസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സിമെട്രിക് ഗ്രൂപ്പിന്റെ കാര്യവും S4ന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ക്യാരക്ടർ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം S4ന്റെ കോൺജുഗേസി ക്ലാസ് കണ്ടുപിടിച്ചു. S4ന് 5 കോൺജുഗേസി ക്ലാസ് ആണ് ഉള്ളത്. ഇത് ചോദിക്കാം S4ന് എത്ര കോൺജുഗേസി ക്ലാസ് ഉണ്ട് എന്നുള്ളത് ഒരു PYQ ആണ്. ഓക്കെ, അതിലുള്ള എലമെന്റ്സ് എച്ച് ആൽഫകളാണ് 1 6 8 3 6.
ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയി 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ സൈ1 എന്ന് പറയുന്ന ട്രിവിയൽ ക്യാരക്ടർ ആണ്. സൈ2 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ ആണ്. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓഡ് പെർമിറ്റേഷൻ ആകുമ്പോൾ 1ഉം ഈവൻ ആകുമ്പോൾ -1 അങ്ങനെയാണ്. ഇനി S4 ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ S4/V എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ അബീലിയൻ ആയിരിക്കും. സോ ഇറ്റ് ഇസ് ഐസോമോർഫിക് ടു S3. അപ്പൊ S3ന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. നമുക്ക് S4/V എന്ന് പറയുന്നത് S3നോട് ഐസോമോർഫിക് ആണ്. അപ്പൊ S3യുടെ ക്യാരക്ടർ ടേബിൾ അറിയാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ലിഫ്റ്റിംഗ് പ്രോസസ് യൂസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുക. അത്രയാണ് ചെയ്യേണ്ടത്. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് Psi5 എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സിമെട്രിക് ഗ്രൂപ്പ് എന്നുള്ള പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ സിമെട്രിക് ഗ്രൂപ്പിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് സിമെട്രിക് ഗ്രൂപ്പ്, അതിന്റെ കോൺജുഗേസി ക്ലാസ്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, എന്തായിരിക്കും കോൺജുഗേറ്റ്സിന്റെ പ്രത്യേകത, നമ്മൾ SNന്റെ ഇൻഡ്യൂസ്ഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇതോടെ നമ്മളുടെ നമുക്കപ്പോൾ പറയാം ഓരോ കോൺജുഗേസി ക്ലാസിന്റെയും ക്യാരക്ടറിനെ നമ്മൾ സൈ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഫൈ ആൽഫ പി എന്ന് പറയുന്നത് സിഗ്മ എ കോമ ബി പ്രോഡക്റ്റ് ജെ ഇസ് ഈക്വൽ ടു 1 to n ആൽഫ ജെ ഫാക്ടോറിയൽ ബൈ ആൽഫ J1 ഫാക്ടോറിയൽ ആൽഫ J2 ഫാക്ടോറിയൽ എക്സെട്ര ആൽഫ JN ഫാക്ടോറിയൽ ആയിരിക്കും. ആൻഡ് നമ്മളപ്പോൾ SNന്റെ ഒരു കോമ്പൗണ്ട് ക്യാരക്ടർ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. And the number of compound characters is equal to the number of simple characters. Compound character എന്തിനോട് ഈക്വൽ ആയിരിക്കും? എത്ര സിമ്പിൾ ക്യാരക്ടർ ആണോ ഉള്ളത് അതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് MCQസിന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. A homomorphism theta from an abstract group to a concrete group is called representation. നമ്മളുടെ പ്രൈമറി ഡെഫിനേഷൻ ആണ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. റെപ്രസെന്റേഷൻ ആണെന്നുള്ളതാണ് ആൻസർ. ഡെഫിനേഷൻ ആണ്. ഇനി നമ്മൾ പഠിച്ചു ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ. ഇതും നമ്മളൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പെർമുറ്റേഷൻ ഗ്രൂപ്പിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി. ജി ഒരു ഗ്രൂപ്പ് എടുത്തു, എച്ച് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസറ്റ് ഡീകമ്പോസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു റെപ്രസെന്റേഷൻ തന്നെ ഓഫ് പോസിബിലി ഓഫ് ഡിഫറെന്റ് ഡിഗ്രീസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് A of x എന്ന് പറയുന്ന ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആണ്. ഏതാണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് A of x ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ജി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള A of x ഈക്വൽ ടു I ആണ്. ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആകുമ്പോൾ A of x ഈക്വൽ ടു I ആണ്. ഓക്കെ, A of x ഈക്വൽ ടു 1 ആണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ജി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഏത് ആണ് ഫാൾസ് എന്നുള്ളതാണ്. ആൻഡ് A of x ഒരു റെപ്രസെന്റേഷൻ ആണ്, അതുകൊണ്ട് കേർണൽ എപ്പോഴും 1 ആവണമെന്നില്ല. ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആവുമ്പോഴാണ് അതെന്താണ് കേർണൽ 1 ആവുന്നത്. ഇനി ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ബി എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ്. ആൻഡ് എക്സ് ബി എലമെന്റ് ഓഫ് സി ആണ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ജി ആണ്. പി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് സച്ച് ദാറ്റ് വി ഇൻറ്റു 1 ഈക്വൽ ടു വി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് ബി എക്സ് എലമെന്റ് ഓഫ് ജി. അപ്പൊ ഇതിൽ ഏതാണ്
ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബി ആണ്. അതായത് പി എന്ന് പറയുന്നത് ട്രൂ ആണ്. കാരണം 1 എന്തിനെ ബിനെ ബിയിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. പക്ഷെ ബി എന്ന് പറയുന്നത് ബിയിലെ എലമെന്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണ്. അപ്പൊ ബി എക്സ് എപ്പോഴും ജിയിലെ എലമെന്റ് ആവണമെന്ന് നിർബന്ധം ഇല്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് ജി ആണ്. ഫൈ ഓഫ് എക്സ് അതിന്റെ ക്യാരക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വാലന്റ് റെപ്രസെന്റേഷന് സെയിം ക്യാരക്ടർ ആയിരിക്കും. ഇക്വാലന്റ് റെപ്രസെന്റേഷന് സെയിം ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന്റെ പ്രൂഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. എ ഫംഗ്ഷൻ ഹാവിംഗ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് എ കോൺജുഗസി ക്ലാസ് ഈസ് കോൾഡ്. ഒരു കോൺജുഗസി ക്ലാസ്സിൽ ത്രൂ ഔട്ട് ഒരു ഫംഗ്ഷന് സെയിം വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, കോൺജുഗസി ക്ലാസ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് ആലോചിക്കാം. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് R3ന്റെ ഒരു ബേസിസ് തന്നിട്ടുണ്ട്, E1 E2 E3 എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദ ലീനിയർ മാപ്പ് ആൽഫയാണ്. ആൽഫ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് y എക്സ് പ്ലസ് വൈ ഇസഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? അപ്പോ ഡി ആണ് നമ്മളുടെ ആൻസർ. ഇത് എങ്ങനെയാണ് വന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് E1 E2 E3 ബേസിസ് എലമെന്റ്സ് ആയതുകൊണ്ട് ഇതിലെ എലമെന്റ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് എലമെന്റ് ഇല്ല, പിന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 0 1 0 പ്ലസ് y ഇൻറ്റു 1 1 0 പ്ലസ് z ഇൻറ്റു 0 0 1. നമുക്ക് ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ചെയ്യും. ഇനി ഇതിന് എങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇൻറ്റു എങ്ങനെയാണ് ഇതിന് 0 1 0 1 1 0 0 0 1. ഈ ഓരോന്നെയും നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് എഴുതണം. സോ 0 1 0 1 1 0 0 0 1 ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയിട്ട് അതിന്റെ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് പറയണത്. അപ്പോൾ ഏതൊരു മെട്രിക്സ് റെപ്രസെന്റേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കോൺട്രാ ഗ്രേഡിയന്റ് മെട്രിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴാണ് നമ്മൾ കോൺട്രാ ഗ്രേഡിയന്റ് മെട്രിക്സ് ആണെന്ന് പറയുന്നത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് കോൺട്രാ ഗ്രേഡിയന്റ് മെട്രിക്സ് ആണെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഫൈ കോൺട്രാ ഗ്രേഡിയന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് കോൺജുഗേറ്റ് ആണ്. ഈ സൈയും സൈ ബാറും എ ഓഫ് എക്സിന്റെയും കോൺട്രാ ഗ്രേഡിയന്റ് ഓഫ് എക്സിന്റെയും കോൺജുഗേറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈ സിമ്പിൾ ആണ് ഇഫ് ആൻഡ് ഓൺലി സൈ ബാർ ഈസ് സിമ്പിൾ. സൈ ഈസ് സിമ്പിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സൈ ബാർ ഈസ് സിമ്പിൾ. ഇനി വി എന്ന് പറയുന്നത് V1 V2 V3, N എന്ന് പറയുന്നത് നാച്ചുറൽ റെപ്രസെന്റേഷൻ ഓഫ് S3 ആണ്. അങ്ങനെയാണെങ്കിൽ N ഓഫ് 1 2 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ N ഓഫ് 1 2 3 എന്ന് പറയുമ്പോൾ 1നെ 2ലേക്ക്, 2നെ 3ലേക്ക്, 3നെ 1ലേക്ക്. ഇത് 1 2 3 1 2 3. ഓക്കെ, നമ്മളിവിടെ 3നെ എവിടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? 1നെ 2ലേക്ക്. അതാണ് ഈ ഫസ്റ്റ് കോളത്തിൽ പറയുന്നത്. 1നെ 2ലേക്ക് മാപ്പ് ചെയ്തു,
2നെ 3ലേക്ക് മാപ്പ് ചെയ്തു, 3നെ 1ലേക്ക് മാപ്പ് ചെയ്തു. ഓക്കെ. ഇനി വി എന്ന് പറയുന്നത് V1, V2, V3 ആണ്. N എന്ന് പറയുന്നത് S3ന്റെ ഒരു നാച്ചുറൽ റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ V of 1, 3, 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V of 1, 3, 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മെട്രിക്സ് A of x raised to h equal to 1, 0, h1 എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണോ, കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണോ, റെപ്രസെന്റേഷൻ ആണോ? റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊരു ലോവർ ട്രയാംഗിള് മെട്രിക്സ് ആണ്, പക്ഷെ ഇത് എന്തല്ല, ഡയഗണലൈസബിൾ അല്ല. എപ്പോഴാണ് ഡയഗണലൈസബിൾ ആവുക? h എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്തായിരിക്കും അത് ഡയഗണലൈസബിൾ ആവും. പക്ഷെ ഇവിടെ h എന്ന് പറയുന്നത് എപ്പോഴും 0 ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അതെന്താവില്ല, ഡയഗണലൈസബിൾ ആവണമെന്നില്ല. ഇനി G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ g എടുത്തു. K എന്ന് പറയുന്ന ഒരു ഫീൽഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് 10 ആണ്. ഓക്കെ. അപ്പൊ ഈ A of x ഇറഡ്യൂസിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? G എന്ന് പറയുന്നത് പ്രൈം ടു 10 ആണ്. ഇനി യുവും ബിയും ഇറഡ്യൂസിബിൾ G മോഡ്യൂൾസ് ഓവർ K ആണ്. G ഹോമോമോർഫിസം തീറ്റ ഫ്രം V ടു U ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ഒരു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോമോർഫിസം ആയിരിക്കും, ഐസോമോർഫിസം ആയിരിക്കും, ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഇനി A of x എന്ന് പറയുന്നത് irreducible matrix representation of G over an algebraically closed to field K. അങ്ങനെയാണെങ്കിൽ the only matrices which commute with all the matrices A of x were x element of G എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെല്ലാം ഐഡന്റിറ്റി മെട്രിക്സിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇത് നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിക്കുന്നു. A of x എന്ന് പറയുന്നത് AIJ ആണ്, B of x BPQ ആണ്. ഇത് ഇൻഈക്വാലന്റ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളത്? P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ഇത് ഇന്നല്ല ട്രൂ ആണ്. A of x ഒരു ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഓഫ് ഡിഗ്രി f ആണെങ്കിൽ നമുക്ക് പറയാം ഇന്നർ പ്രോഡക്റ്റ് AIJ APQ equal to 1/f into delta IQ delta J. ഇനി രണ്ട് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസിന്റെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഇത് നമ്മളുടെ ഏതാണ്, ഓർത്തോഗണാലിറ്റി റിലേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ന് പറയാം, ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്ന 1ഉം ഇൻഈക്വാലന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ 0 ആയിരിക്കും. ആ ഓർത്തോഗണാലിറ്റി റിലേഷൻ അങ്ങനെ തന്നെ സൂക്ഷിക്കാം. ഇനി നമുക്ക് ഒരു ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാം, അതെപ്പോഴും ഒരു സിമ്പിൾ ക്യാരക്ടർ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ. ഇനി രണ്ട് റെപ്രസെന്റേഷൻസ് ഇക്വാലന്റ് ആണെങ്കിൽ നമുക്ക് എന്ന് പറയാം, അതിന് സെയിം ക്യാരക്ടർ ഉണ്ട് എന്ന് പറയാം. ഇനി നമ്മളൊരു റെപ്രസെന്റേഷൻ വിത്ത് ക്യാരക്ടർ 5 കൺസിഡർ ചെയ്യാണ്, അത് ഇറഡ്യൂസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് 5,5 ആണെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം L is equal to 1 ആയിരിക്കും. ഇനി G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണ് Psi1, Psi2, etc. Psi ഓഫ് ഓർഡർ G. അങ്ങനെയാണെങ്കിൽ ഈ S എന്ന് പറയുന്നത് എന്തായിരിക്കും? S എപ്പോഴും Gനേക്കാളും ചെറുതായിരിക്കും. ഇതും നമ്മുടെ നോട്ട്സിൽ പറയുന്നുണ്ട്. ഇനി Psi1, Psi2, etc. Psi എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സെറ്റ് ഓഫ് സിമ്പിൾ ക്യാരക്ടേഴ്സ് എടുത്തു അതിന്റെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫൊറിയർ അനാലിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Phi is equal to sigma j is equal to 1 to r dj psi j where dj equal to inner product phi comma psi j. ഇനി D എന്ന് പറയുന്നത് ഒരു S3 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. 1 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ D of 1 എന്തായിരിക്കും? D of 1 2 ആയിരിക്കും. ഇനി 28ന്റെ ആൻസർ
സി ആണ്. ഇതും നമ്മൾ ഇതൊരു പ്രൂഫായിട്ട് തന്നെ നോട്ട്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ക്ലീൻഫോർ ഗ്രൂപ്പിന്റെ ഒരു റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് എ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആർ ഓഫ് എ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ 1A B എന്ന് പറയുന്ന എലമെന്റ്സ് ആണ് ഉള്ളത്, കോൺജുഗസി ക്ലാസ്സസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? എനെ മൾട്ടിപ്ലൈ ചെയ്യാം. എനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ, പിന്നെ എ സ്ക്വയർ എ സ്ക്വയർ ബി, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. എ ബി അങ്ങനെ തന്നെ എഴുതാം. പിന്നെ എ സ്ക്വയർ ബി എന്തായിരിക്കും? എ സ്ക്വയർ 1 ആണ്. അപ്പൊ എ സ്ക്വയർ ബി ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് കറസ്പോണ്ടിങ് മെട്രിക്സ് ആയിട്ട് എഴുതുന്ന സമയത്ത് 1A B AB 1A B AB. ഓക്കെ, അതിനായിട്ട് നമുക്ക് എഴുതാം. അതിൽ നോക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് എലമെന്റ് എ ആണ്. അപ്പം എയിൽ മാത്രം 1 വരും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇനി അടുത്തതോ 1 മാത്രമേ വരൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇനി ബിന്നെ എടുക്കുമ്പോൾ എ ബി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. 0 0, പിന്നെ ബി ആകുമ്പോൾ 0 1 0 0 എന്നിട്ട് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇതിന്റെ ഓക്കെ, നമ്മൾ ലാസ്റ്റ് എ ബിയുടെ അല്ലേ പറയുന്നത്. അപ്പൊ എ ബിയുടെ പറയുന്ന സമയത്ത് നമുക്ക് 0 0 1 0 എന്നായിരിക്കും കിട്ടുക. 0 0, കാരണം ബിന്റെ കോളം ഇതല്ലേ, 0 0 1 0, ബിന്റെ കോളം തന്നെ. നമ്മളുടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ഈ 30യുടെ ആൻസർ സി ആണ്, ഡി ആണ്. നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ക്രോണക്കർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ക്രോണക്കർ പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, ഇപ്പൊ പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. P1 P2 P3 P4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P ക്രോസ് Q എന്ന് പറയുന്നത് P1Q P2Q P3Q P4Q ആയിരിക്കും. അതായത് P1ന് കൂടെ നമ്മൾ Q എന്ന് പറയുന്ന ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ P ക്രോണക്കർ പ്രോഡക്റ്റ് Q എടുക്കുന്ന സമയത്ത് അത് എങ്ങനെയുള്ള മെട്രിക്സ് ആയിരിക്കും? പിയിലെ ആദ്യത്തെ എലമെന്റ് എടുത്തു 1. 1ന്റെ കൂടെ നമ്മൾ ആര് മൾട്ടിപ്ലൈ ചെയ്യുക? Q. അതായത് 2 1 -1 0 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സെക്കൻഡ് എലമെന്റ് 0, അപ്പൊ അത് 0 ആയി പോകും. ഇനി തേർഡ് എലമെന്റ് അഗെയിൻ 1 ആണ്. അപ്പൊ 1 ഇൻറ്റു ഈ ഒരു മെട്രിക്സ് 2 1 -1 0. അതുപോലെ 1 ഇൻറ്റു 2 1 -1 0 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 4x4 മെട്രിക്സ് ആയിട്ട് എഴുതാം. 2 1 0 0 -1 0 0 2 1 -1 0 2 1 -1 0. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. പിയിലെ ഓരോ എലമെന്റിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യുക? Q എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി 32 ഒരു റിസൾട്ട് ആണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ പ്രൂഫ് നോക്കിയിട്ടുണ്ട്. എന്തായിരുന്നു? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to k fi സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ആയിരിക്കും. ഇതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാരക്ടർ മേ ഡിഫർ ഓൺ കോൺജുഗസി ക്ലാസ്. ക്യാരക്ടർ ഇസ് കോൺസ്റ്റന്റ് ഓൺ കോൺജുഗസി ക്ലാസ്. അപ്പോൾ നമുക്ക് സെയിം കോൺജുഗസി ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് പറയാം? അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയാം. ഇനി ഇവിടെ സിഗ്മ ആൽഫ ഈക്വൽ ടു 1 to k എച്ച് ആൽഫ ഈക്വൽ ടു ജി, ഇതെന്ന് പറയുന്നത് ക്യാരക്ടർ റിലേഷൻ ആണോ ക്ലാസ് ഇക്വേഷൻ ആണോ? നമുക്ക് ഒബ്വിയസ് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, ഇത് ക്ലാസ് ഇക്വേഷൻ ആണ്.
ഓരോ കോൺജുഗസി ക്ലാസ്സിലും എത്ര എലമെന്റ് ഉണ്ട് അതിന്റെ സം ആയിട്ട് ജീനെ റെപ്രസെന്റേറ്റ് ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടർ ടേബിൾ ഓഫ് S3? S3ന്റെ ക്യാരക്ടർ ടേബിൾ ഏതാണ്? C1, C2, C3, Psi1, Psi2, Psi3. ഓക്കെ, അപ്പൊ S3ന്റെ ക്യാരക്ടർ ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അതിന്റെ കോൺജുഗസി ക്ലാസ് കണ്ടുപിടിക്കും, അതിൽ എത്ര എലമെന്റ് ഉണ്ട് ഇത് യൂസ് ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഇനി ജി എന്ന് പറയുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി എടുത്തു. നമ്മൾ അതിലൊരു എലമെന്റ് എക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോൺജുഗസി ക്ലാസ്സിൽ എത്ര എലമെന്റ് ഉണ്ടാവുന്ന അബീലിയൻ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് ആകുമ്പോൾ അതിന്റെ കോൺജുഗസി ക്ലാസ് ഓരോ എലമെന്റും ഓരോ കോൺജുഗസി ക്ലാസ് ഫോം ചെയ്യും. അപ്പൊ അതിൽ പ്രിസൈസ്ലി ഒരു എലമെന്റ് ആയിരിക്കും ഉണ്ടാവും. ഇനി ഇതിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ളത്? Z3 എടുക്കുകയാണെങ്കിൽ അതിൽ പ്രിസൈസ്ലി ഒരു ക്യാരക്ടർ ആയിരിക്കും, ട്രിവിയൽ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവും. ഇനി A ഒരു പീരിയോഡിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് എന്ത് പറയാം? A എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാം. ഏതൊരു പീരിയോഡിക് മെട്രിക്സ് എടുത്താലും അത് എപ്പോഴും ഡയഗണലൈസബിൾ ആയിരിക്കും. ഇനി A എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ഓഫ് G ആണ്, അതിന്റെ ക്യാരക്ടർ ആണ് 5. അപ്പൊ N എന്ന് പറഞ്ഞ യു എലമെന്റ് ഓഫ് G such that phi of u equal to phi of 1. അങ്ങനെ P എന്ന് പറയുന്നത് N-ന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്, Q N-ന്റെ കേർണൽ ആണ്. അങ്ങനെയാണെങ്കിൽ Pയും Q എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി S6ലെ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? സിഗ്മ 2 എന്ന് പറയുന്നത് കോൺജുഗേറ്റ്സ് ആയിരിക്കും. നമ്മളുടെ ആ ഒരു കണ്ടീഷൻ T ഇൻവേഴ്സ് ബൈ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി സിഗ്മയും ടോയും എസ്എനിലെ എലമെന്റ്സ് ആണ്, അത് കോൺജുഗേറ്റ്സ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കണ്ടീഷൻ? അതിന് സെയിം സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാവണം. ഇനി D4ന് എത്ര സിമ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട്? 5 സിമ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ ആ ക്യാരക്ടർ ടേബിൾ പറയുമ്പോൾ അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് 5 കോൺജുഗസി ക്ലാസ് ഉണ്ട്. ഓരോ കോൺജുഗസി ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് കോളം വെക്ടേഴ്സ് തന്നിട്ടുണ്ട് ക്യാരക്ടർ ടേബിൾ ഓഫ് D4 എന്ന്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഓർത്തോഗണാലിറ്റി റിലേഷൻ ആണ് അപ്ലൈ ചെയ്യുക. 1 into 1 plus 1 into 1 plus 1 into 1 plus 1 into 1 plus 2x equal to 0. ഇവിടെ 1 plus 1 plus 1 plus plus 2x equal to 0. ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ 1 ആഡ് ചെയ്തു? 4 plus 2x equal to 0. So 2x equal to -4, x is equal to -4 by 2. It's equal to -2. So option B കറക്റ്റ് ആൻസർ. ഓർത്തോഗണാലിറ്റി റിലേഷൻ സെക്കൻഡ് കൈൻഡ് പ്രകാരമാണ്. നമ്മൾ ഏതൊരു ഗ്രൂപ്പിന്റെയും ക്യാരക്ടർ ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കോളം വെക്ടേഴ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഇനി G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വിത്ത് സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണ്, Psi1, Psi2, Psi3. ആൻഡ് അതിനെ എല്ലാം നമ്മൾ 1 ആയിട്ട് ഇതിലെല്ലാം 1നെ 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജീന്റെ ക്യാരക്ടർ എന്തായിരിക്കും? ജീന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ സം ആയിരിക്കും. ഇനി A4ന്റെ രണ്ട് കോളം വെക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ -α -β എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ A4ന്റെ കോളം വെക്ടേഴ്സ് എടുക്കുമ്പോൾ എഗെയിൻ ഇതിന്റെ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 1 into 1 എന്ത് കിട്ടും? 1. ഒമേഗ into ഒമേഗ, ഒമേഗ സ്ക്വയർ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. പിന്നെ ഒമേഗ സ്ക്വയർ into ഒമേഗ സ്ക്വയർ -1 ആയിരിക്കും. പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ആൽഫ ബീറ്റ എന്ന് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇത് ക്യാൻസൽ ആയി പോയി. ആൽഫ ഇൻറ്റു ബീറ്റ -1 ആയിട്ട് കിട്ടും. നമുക്ക് വേണ്ടത് -α -β ആണ്.
ഇതൊന്ന് നോക്കിയിട്ട് പറയാം. നമ്മൾ D4 കൺസിഡർ ചെയ്യാണ്. അപ്പൊ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ എലമെന്റിനോടും കമ്മ്യൂട്ട് ചെയ്യുന്നത്. 1 കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ A² കമ്മ്യൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ D4ന്റെ ക്യാരക്ടർ ടേബിൾ പറയുമ്പോൾ അവിടെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആണെന്നുള്ളതാണ്. അതായത് നമുക്ക് സെയിം ക്യാരക്ടർ ഉള്ള 2 ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി G എന്ന് പറയുന്നത് 4 സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി 12 ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ ഏതായിരിക്കും A6ലെ എലമെന്റ്? A6ലെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഈവൻ പെർമുറ്റേഷൻ ആണ്. 1 2 3 4 5 6 എന്നുള്ളതായിരിക്കും. ഇനി S7ല് കോൺജുഗേറ്റ്സ് ആണ് 1 2 5 6 4 1 2 6. കോൺജുഗസി നമ്മൾ ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ ആ ഒരു ഓരോന്നിന്റെയും ക്യാരക്ടർ ടേബിൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി 51 2 3 4 2 4 3 ആയിരിക്കും കോൺജുഗേറ്റ്സ് ആയിട്ട് വരാം. ഇനി ഇത് ഡെഫിനേഷൻ ആണ്. C is equal to GP of X by X inverse Y inverse എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ഇത് ഡെഫിനേഷൻ ആണ്. ജിന്റെ ഒരു കോസറ്റ് ഡീകമ്പോസിഷൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെപ്രസെന്റേഷൻ B of X തന്നിട്ടുണ്ട്. A of X എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ 5G of X ഓഫ് phi of X എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സിഗ്മ I is equal to 1 to n phi of Tx Ti ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി the set of all elements of G that commute with X. X ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ സെൻട്രലൈസർ ഓഫ് X എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ G എന്ന് പറയുന്ന ഒരു പെർമുറ്റേഷൻ റെപ്രസെന്റേഷൻ ആണ്. phi of X എന്ന് പറയുന്നത് ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ the function phi of X equal to number of fixed points of phi of X minus 1 അതെന്ന് പറയുന്നത് Gന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ആ ക്യാരക്ടർ എന്തായിരിക്കും? പോസിബിളി കോമ്പൗണ്ട് ആയിരിക്കും. ഇനി അടുത്തത് നമ്മുടെ റെസിപ്രോസിറ്റി ലോ ആണ്. റെസിപ്രോസിറ്റി ലോ എന്തായിരുന്നു? നമ്മളിവിടെ G വരുമ്പോൾ ഇവിടെ G വരും, ഇവിടെ H വരുമ്പോൾ ഇവിടെ H വരും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർക്കും. C ആണ് ആൻസർ. ഇനി A5 കോൺജുഗേറ്റ്സ് ആയിട്ടുള്ള എലമെന്റ്സ് S5 കോൺജുഗേറ്റ് ആവണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ രണ്ടിലും കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തിനോടാണ് അഗ്രി ചെയ്യുന്നത്? S5 കോൺജുഗേറ്റ്സ് ആയിട്ടുള്ള എലമെന്റ്സ് A5 എന്താവണമെന്നില്ല? കോൺജുഗേറ്റ്സ് ആവണമെന്നില്ല. ഇതിന്റെ പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി U എന്ന് പറയുന്നത് 1 2 3 4 5 എന്ന് പറയുന്ന S5 ഒരു എലമെന്റ് ആയിട്ടുണ്ട്. അതിന്റെ സെൻട്രലൈസർ ആണ് ZU സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ A5 നമുക്ക് എന്ത് പറയാം? ZU സ്റ്റാറും ഇതിന്റെ സെൻട്രലൈസറും ZUവും ഈക്വൽ ആയിരിക്കും. കാരണം അതെന്താണ്? ഒരു അബീലിയനാണ്. ഇനി A5 എത്ര സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്? 5 സിമ്പിൾ ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. കാരണം അതിന് 5 കോൺജുഗേസി ക്ലാസ് ഉണ്ട്. ഇനി A5ന്റെ പെർമുറ്റേഷൻ ക്യാരക്ടർ ആണ് psi. അങ്ങനെയാണെങ്കിൽ psi ഓഫ് 1 2 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 1 ആണ്. ഓക്കെ, പെർമുറ്റേഷൻ ക്യാരക്ടർ ആണ്. 1 2 3 എന്ന് പറഞ്ഞ 1. ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ്. A5 എന്തില്ല? പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ല. ഓക്കെ, സ്മോളസ്റ്റ് ഗ്രൂപ്പ് ആണ് വിത്തൗട്ട് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്. സ്മോളസ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഇസ് നോട്ട് സിമ്പിൾ. പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഇനി 62 B ആണ്. നമ്മൾ ഇത് ഓൾറെഡി ഇന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. B എന്ന് പറയുന്ന Hന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെ BT of U എന്ന് പറയുന്നത് B of TU T ഇൻവേഴ്സ് Hന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത്. ഇനി H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. Psi എന്ന് പറയുന്നത് അതിന്റെ സിമ്പിൾ ക്യാരക്ടർ ആണ്. അങ്ങനെയാണ് G psi എന്ന് പറയുന്നത് സിമ്പിൾ ക്യാരക്ടർ ഓഫ് G if and only if
psi t not equal to psi whenever t not equal to g. നമ്മളിപ്പോ ഇന്ന് പ്രൂവ് ചെയ്ത തിയറം ആണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ വരുന്നത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ട്രാൻസിറ്റീവ് എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ ഒരു ക്രൈറ്റീരിയൻ ആയിട്ടാണ് നമ്മളത് പഠിച്ചത്. ഫോർ ഈച്ച് ആൽഫ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെർമിറ്റേഷൻ പി ആൽഫ എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും സിസ്റ്റം 1 ഇൻറ്റു പി ആൽഫ ഈക്വൽ ടു ആൽഫ എന്നുള്ള രീതിയിൽ. നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 1 മാത്രമാണ് നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതാണ് നമ്മൾ ട്രൂ ആയിട്ടുള്ളത്? ഐസോമോർഫിസം ട്രാൻസിറ്റിവിറ്റി പ്രിസർവ് ചെയ്യോ? അപ്പോൾ ഐസോമോർഫിസം എന്ത് ചെയ്യുന്നില്ല, ട്രാൻസിറ്റിവിറ്റി പ്രിസർവ് ചെയ്യുന്നില്ല. ഡെഫിനേഷൻ ആണ് ജി പെർമിറ്റേഷൻസ് ഓഫ് ജി എടുക്കുകയാണെങ്കിൽ അതിൽ 1നെ ഫിക്സ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ 1ന്റെ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇനി ജി ഒരു ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് ആണ്, അങ്ങനെയാണെങ്കിൽ എച്ച് അതിന്റെ സ്റ്റെബിലൈസർ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ സ്റ്റെബിലൈസർ എന്തായിരിക്കും? പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ ആയിരിക്കും. ഇനി ജി എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് ഗ്രൂപ്പ്, ട്രാൻസിറ്റീവ് പെർമിറ്റേഷൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി ആണ്. അങ്ങനെയാണെങ്കിൽ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിന്റെ നാച്ചുറൽ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഇതിന്റെ കണ്ടീഷൻ എന്താണ് ഹോൾഡ് ചെയ്യുക? സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി വി ഓഫ് എക്സ് ഈക്വൽ ടു ജി ആയിരിക്കും. ഇനി ഒരു ഡബിൾലി ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ നാച്ചുറൽ ക്യാരക്ടർ വി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? എപ്പോഴും സിമ്പിൾ ആയിരിക്കും. ഇനി S4ന്റെ സിമ്പിൾ ക്യാരക്ടേഴ്സ് എത്രയാണ്? 5 എണ്ണമാണ് ഉള്ളത്. ഇതിന്റെ ക്യാരക്ടർ ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഉറപ്പുവരുത്താം. ഇനി ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എസ്എന്നിൽ എക്സും എക്സ് ഇൻവേഴ്സും എന്തായിരിക്കില്ല? കോൺജുഗേറ്റ്സ് ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ MCQs വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് പഠിക്കാം. പിന്നെ നമ്മളുടെ തിയറംസ് മെയിൻ ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ റെപ്രസെന്റേഷൻ തിയറി ഈ ഒരു ടോപ്പിക് ഉള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.